ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, യുവത്വം സാഹസികതയുടെ ഒരു കാലഘട്ടമല്ലേ? സ്വാതന്ത്ര്യത്തിൻ്റെയും ഇഷ്ടമുള്ളത് ചെയ്യുന്നു, കൂട്ടുകാരുടെ ആരവം, കയ്യടി, അംഗീകാരം എല്ലാം നിറഞ്ഞ ഒരു കാലഘട്ടം. ഈ ഘട്ടത്തിലാണ് പെട്ടെന്ന് ഒരു തെറ്റിദ്ധാരണ, ഒരവഗണന ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അന്നുവരെ സ്നേഹിച്ചിരുന്നവർ കൂട്ടുകാരല്ലാതെയായി മാറി. കൈയടിച്ചിരുന്നവർ പുറംതിരിഞ്ഞു, മുഖം തിരിച്ചു. ഒറ്റപ്പെട്ട അവസ്ഥ. ഈ ഘട്ടത്തിലാണ് കണ്ണീരോടെ ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ ഒരേ രാത്രിയിൽ ഈശോ കുരിശിൽ തറയ്ക്കുന്നതിന് മുമ്പുള്ള രൂപത്തിൽ എൻ്റെ കട്ടിലിൽ വന്ന് ഇരുന്നു. 2 പ്രാവശ്യം പേര് ചൊല്ലി വിളിച്ചു, സാക്ഷിയാകുവാൻ. ഈ സംഭവം ജീവിതത്തെ മാറ്റിമറിച്ചു. അന്നു മുതൽ വചനവും കൊന്തയും കുരിശുമൊക്കെയായി തുടർ യാത്ര. പലരും പരിഹസിച്ചു, എങ്കിലും പിന്മാറിയില്ല. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ചില അവഗണനകൾ, കടുത്ത ആഘാതങ്ങൾ സംഭവിക്കുമ്പോൾ ഓർക്കുക, ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നെ പ്രത്യേകം ഒരു ദൗത്യത്തിന് വിളിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ ആ കൃപയുടെ ജീവിതം തുടരാനുള്ള ആഹ്വാനമാണത്. നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 18:35 ഓർമ്മിക്കാം. അവിടുന്ന് എനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ആമേൻ.